യെശയ്യാപ്രവാചകന്റെ പുസ്തകം 63-10 വാക്യം. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിനെ എടുത്താൽ എന്നൊരു വിഷയം നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. കൂടപ്പിറപ്പുകളെ, വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ വെച്ച് അവർ ചെയ്യുവാൻ സാധ്യതയുള്ള പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണ് തങ്ങളുടെ വീണ്ടെടുപ്പ് നാളിനായി തങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്നത്. അറിഞ്ഞോ അറിയാതെയോ പോലും ഒരു ദൈവപൈതൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അത് നീക്കുപോക്കില്ലാത്ത ദൈവകോപത്തിന് കാരണമായി തീരും. ദൈവമക്കൾ തങ്ങളെ അത്ഭുതകരമായി പരിപാലിക്കുന്ന ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നന്ദികേട് നമ്മിൽ ഉടലെടുക്കാൻ തുടങ്ങിയാൽ നാം അറിയാതെ തന്നെ അതിൻ്റെ പരിണത ഫലം നമ്മിൽ വെളിപ്പെടും. അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്നതിലായിരിക്കും അവസാനിക്കുന്നത്. ദൈവാത്മാവിൻ്റെ നിവാസമാണ് ഓരോ വിശ്വാസിയുടെയും ഹൃദയം. വിശ്വാസിയുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അങ്ങനെയുള്ളവർ വചനത്തിന് വിരുദ്ധമായത് ചെയ്യുമ്പോൾ, ദൈവിക നടത്തിപ്പിൽ നിന്ന് പിന്മാറുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ ദുഃഖിക്കുന്നു. അത് തുടരുമ്പോൾ പരിശുദ്ധാത്മാവിന് അവരിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം വഴിമാറുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ വിട്ടുമാറുന്നു. ഇത് വളരെയേറെ ശോചനീയമായ അപകടകരമായ ഒരവസ്ഥയാണ്. ദൈവം തന്നെ തൻ്റെ ജനത്തിന് ശത്രുവായിത്തീരുന്ന അവസ്ഥ എത്രയോ വലിയ ഭയങ്കരമായ കാര്യമാണ്. പ്രിയരെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വിശ്വാസി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവൻ ആത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്നവനും മരുഭൂപ്രയാണത്തിൽ വഴി നടത്തപ്പെടുന്നവനുമാണ്. ഏതെങ്കിലും ഒരു കാരണത്താലും നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ ഇടയായി തീരരുത്. ആത്മാവ് നമ്മെ വഴി നടത്തുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് നാം വലിയ വലിയ വിലയുള്ളവരാക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ നടത്തിപ്പും ആത്മാവിനാൽ ഉണ്ടാകുന്ന വിജയവും അനുഭവിച്ചറിഞ്ഞ് ദൈവകൃപയാൽ
ജനത്തെ ഭരിച്ചവനായ ദാവീദ് രാജാവ് ദൈവത്തോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥനയിൽ ഓർപ്പിക്കുന്നത്, ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കയും അരുതേ എന്നാണ്. ഞാൻ ജീവനുള്ളവനായി നിലകൊള്ളുന്നത്, എന്നിൽ ജീവൻ വ്യാപരിപ്പിക്കുന്നത്, ഞാൻ ആശ്വാസമുള്ളവനായി തീരുന്നത്, ഞാൻ ധൈര്യമുള്ളവനാക്കപ്പെടുന്നത് നിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കുന്നവനാകാതെ ഇരിക്കേണ്ടതിന് എനിക്ക് കൃപ നൽകണമേ. ഞാൻ മരിച്ചവനെ പോലെ ആകാതിരിക്കുവാൻ അവൻ്റെ ആശ്വാസങ്ങൾ എനിക്ക് നൽകണമേ. ഞാൻ അങ്ങയുടെ പാതയിൽ തന്നെ നടന്ന് അങ്ങയ്ക്ക് പ്രസാദമുള്ളവനായി തീരാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ എനിക്ക് നൽകണമേ. ഞാൻ എപ്പോഴും ശത്രുവിനെ ഭയക്കാതെ ജയിക്കുവാൻ അവൻ്റെ സഹായങ്ങൾ എനിക്ക് നൽകണമേ. എനിക്ക് പരിശുദ്ധാത്മാവിൽ ലഭ്യമാകുന്നതൊന്നും നിഷേധിക്കരുതേ. നാം തമ്മിലുള്ള ബന്ധം ഒരിക്കലും അറ്റുപോകരുതേ. പ്രിയരെ, ഒരുവന്റെ ജീവിതത്തിലെ പതനം കണ്ടപ്പോൾ എൻ്റെ ജീവിതം, എൻ്റെ ശുശ്രൂഷ അതുപോലെ ആകരുത് എന്ന് താല്പര്യപ്പെട്ടവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നോക്കൂ, ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഇത്രത്തോളം അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവിക താല്പര്യത്തെ നിഷേധിച്ച, ദൈവത്തിൻ്റെ ആലോചനയെ അനുസരിക്കാതിരുന്ന ശൗലിൻ്റെ പതനം വലിയതായിരുന്നു. അത് ദാവീദ് മനസ്സിലാക്കിയിരുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചവനിൽ നിന്നും ആത്മാവ് വിട്ടുപോകുകയും ദാവീദിന്റെ മേൽ ആവസിക്കുകയും ചെയ്യും. ദാവീദിന്റെ ജീവിതത്തിലും ദാവീദ് അഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഒരു വേള ദൈവത്തിൻ്റെ ആത്മാവിനെ താൻ ദുഃഖിപ്പിച്ചു എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആത്മാവ് തന്നെ വിട്ടുപോകുമോ എന്ന് ഭയപ്പെടത്തക്കവണ്ണം ഞാൻ അവനെ ദുഃഖിപ്പിച്ചു എന്ന് താൻ സമ്മതിക്കുന്നു. താൻ നിരാശിതനായിത്തീരുന്ന ഒരു സമയം താൻ ഉറച്ച നിലവിളിയോട് അപേക്ഷിക്കുന്നു, എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ. ഞാൻ കഠിന ഹൃദയനായി പോകാതിരിക്കുവാൻ, മനസാക്ഷി തഴമ്പിച്ചവനാകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കരുതേ എന്ന ഭക്തന്റെ പ്രാർത്ഥന. ആത്മാവ് എന്നിൽ വസിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എന്നെ ബോധ്യപ്പെടുത്തുകയും രക്ഷയുടെ സന്തോഷത്തിൽ ഞാൻ നിലനിൽക്കുകയും വേണം എന്ന് ഭക്തൻ ആഗ്രഹിക്കുന്നു. കൂടപ്പിറപ്പുകളെ, ദൈവം തന്നെ നമുക്ക് ശത്രുവാകാൻ ഇടയാകരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ടാകണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ഇട്ടിരിക്കുന്നു. ദൈവമക്കൾ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മാവിന് കീഴ്പ്പെട്ട് അവനാലുള്ള ആശ്വാസം പ്രാപിച്ച് അവനാലുള്ള സഹായത്താൽ അനുഗ്രഹീതമായ ആത്മീയ ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ബലപ്പെടുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത വ്യക്തികളായി, വിശ്വാസികളായി, ഭക്തരായി നിലകൊള്ളുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ച് ദൈവപ്രസാദം പ്രാപിച്ച് ഇന്ന് പകലിലും ജീവിക്കുവാൻ, തുടർന്നുള്ള നാളുകളിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഏറിയ കൃപ പകരണമേ, അനുഗ്രഹിക്കണമേ. ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് ഞങ്ങൾ ചോദിക്കുന്നു. വലിയവ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് പകലിലും ചില മറുപടികളും വിടുതലുകളും ദൈവജനത്തിന്മേൽ പകരണമേ, ദൈവസഭയുടെ മേൽ കൽപ്പിക്കണമേ. കർത്താവേ, മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് വേഗം നടക്കും എന്നുള്ളതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.